കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് രാവിലത്തെ സന്ദേശത്തിനായി ചിന്തയ്ക്ക് ആധാരമാക്കി ഒരു വാക്യം നമുക്ക് വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. നീ അവനോടിണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. ഇവിടെ എലീഫാസ് എന്ന മനുഷ്യൻ, ഇയ്യോബിൻ്റെ സ്നേഹിതനായി ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന എലീഫാസ് എന്ന മനുഷ്യൻ ഇയ്യോബിനോട് പറയുന്നൊരു മറുപടിക്കകത്ത് വരുന്നൊരു കാര്യമാണ്, നീ അവനോടിണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. എന്തുവാണ് അവനോട് ഇണങ്ങാൻ പറഞ്ഞത്? ഒരു ദൈവിക സൗഹൃദത്തെ നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഒരു സൗഹൃദ ബന്ധത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് പലപ്പോഴും മനുഷ്യരുമായി മാനുഷിക മേഖലകളുമായി ബന്ധപ്പെട്ട് സൗഹൃദങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. നല്ല നല്ല സൗഹൃദങ്ങളെ ഇന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുമുണ്ട്. എന്നാൽ പലപ്പോഴും അതിനകത്തുള്ള അപകടങ്ങളും നമ്മൾ ഈ കാലത്ത് കണ്ടുവരുന്നുണ്ട്, അല്ലേ? വ്യക്തികളെ തകർക്കുന്ന, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന, ഇതിന് എല്ലാറ്റിനേക്കാളുപരിയായി നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ തകർക്കുന്ന രീതിയിലുള്ള സൗഹൃദങ്ങൾ ഇന്ന് നമ്മുടെ ഉലകത്തിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇനി അതുകൂടാതെ തന്നെ സ്തോത്രം, പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സൗഹൃദങ്ങൾ നമുക്ക് നമ്മുടെ ഈ ലോകത്ത് ഇന്നത്തെ കാലത്ത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എത്രയോ കുടുംബ ബന്ധങ്ങൾ ഇതിലൂടെ തകർന്നു പോകുന്നു എന്നുള്ളതും വ്യക്തമല്ലേ ആണ്. എന്നാൽ ഇവിടെ ഇയ്യോബ് എന്ന ദൈവമനുഷ്യനോട് എലീഫാസ് എന്ന മനുഷ്യൻ പറയുകയാണ്, ദൈവത്തോട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൗഹൃദം പുലർത്തുവാൻ കഴിയണം, അല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ അടുക്കണം. അതാണ് പറഞ്ഞത്, അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക. എന്താ? ദൈവത്തോട് ഇണങ്ങാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തോട് പിണങ്ങാനല്ല, ദൈവത്തോട് ഇണങ്ങണം. എന്തുവാൻ്റെ അർത്ഥം? ദൈവത്തോട് നമ്മൾ ഇണങ്ങിയാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് നന്മയെ കൊണ്ടുവരുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. അതാണ് ഇവിടെ പറയുന്നത്, അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, നിങ്ങൾ ദൈവത്തോട് അടുക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. അപ്പോൾ ദൈവത്തോട് നമ്മൾ അടുത്താൽ ദൈവം നിശ്ചയമായിട്ട് നമ്മളോട് അടുക്കുവാനിട വരും, അല്ലേ? പഴയ നിയമത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന ഒരു ദൈവമനുഷ്യനായിരുന്നു അബ്രഹാമിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞത്, ദൈവം പറഞ്ഞത് സ്തോത്രം, ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ് അബ്രഹാമിനെ കുറിച്ച്, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ദൈവവുമായിട്ട് അത്രയ്ക്കും അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്തോത്രം അബ്രഹാം, അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ പലപ്പോഴും നല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ അത് തകർക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ അത് ബാധിക്കുന്നുവെങ്കിൽ അത് വിട്ടുകളയുന്നത് നല്ലതാണ്. എന്നാൽ അതിനെല്ലാറ്റിനേക്കാളുപരി ഇനി ഒരുപക്ഷെ ഈ ലോകത്തിൽ നമുക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാറ്റിനേക്കാളും വലിയൊരു സുഹൃത്ത്, നമ്മുടെ സുഹൃത്ത് ആരായിരിക്കണം? നമ്മുടെ ദൈവമായിരിക്കണം. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ, നമുക്ക് വേണ്ടി സ്തോത്ര സമയം നൽകിയ, നമുക്ക് വേണ്ടി പ്രാണനെ നൽകിയ, അല്ല സ്തോത്രം, നമുക്ക് വേണ്ടി ഈ ലോകത്ത് മരിക്കപ്പെട്ട ഒരേ ഒരു സുഹൃത്തേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനിട വന്നാൽ, ആ യേശുക്രിസ്തുവിനോട് നമ്മൾ അടുത്താൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമാകുവാൻ ദൈവം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.